അതുകൊണ്ടാണ് കിട്ടി ഗൈസ്. ഇവനെ നോക്ക്, ഞാനുണ്ടല്ല പയ്യന്നൂർ ഒരു ഹോസ്പിറ്റലും എൻ്റെ സ്കാനിങ് പരിപാടിയൊക്കെ ആയിട്ട് പയ്യന്നൂർ ഉണ്ടായതാ. അപ്പോൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവൻ ഉണ്ടാ കുണുങ്ങി കുണുങ്ങി എൻ്റെ അടുത്ത് വരുന്നത്. ഇവനെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അവിടെ നിർത്താനും പറ്റുന്നില്ല. ഞാനിങ്ങനെ കുറേ പ്രാവശ്യം എടുക്കണോ വേണ്ടി എന്നില്ല കൺഫ്യൂഷനായി. പക്ഷേ അവനക്ക് അവിടെ ഇട്ടിട്ട് വരാൻ തോന്നില്ലടാ. അനക്കറിയില്ല, എൻ്റെ അടുത്ത് വിളിച്ചാണെങ്കിൽ പാഞ്ഞു എൻ്റെ കയ്യിലെ നക്കിട്ട് എൻ്റെ അടുത്ത് ഇരിക്കും നോക്കറാ, ഒന്നും പേടിയായില്ല. ഏട്ടൻ പറഞ്ഞു ഇവനെ നമ്മൾ കുറെ ഓടിച്ച് പക്ഷെ പോവൊന്നുമില്ല, ഇവിടെ കാറിൻ്റെ അടിയിലെല്ലാം കിടക്കില്ല, അപ്പോഴെങ്കിലും വണ്ടീൻ്റെ അടിയിലായി പോകും എന്നെല്ലാം പറഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഓൻ്റെ കോലം കണ്ടെടുത്ത് എനിക്ക് സങ്കടമായിപ്പോയി. കാരണം ഞാനിങ്ങനെ കൊണ്ടുപോയി, എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ തോന്നില്ല. അവർ പറയുന്നത് മറ്റേ ഏതെങ്കിലും വണ്ടിയെല്ലാം വന്ന് കയറിയിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം പറയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമാകും. ഞാൻ എന്തായാലും കൊണ്ടുപോയി, എന്തായാലും തിരക്കല്ലേ ഞാൻ കൊണ്ടുപോയി. പക്ഷെ പ്രശ്നം എന്താ അറിയാ, ഈ ബൈക്കിൽ 30 കിലോമീറ്റർ നമ്മൾ മഴയത്ത് പോകേണ്ടി വരും. അതിൻ്റെ ഇടയിൽ പോകുന്ന വഴി ബൈക്കിൽ നിന്ന് ഇവൻ എൻ്റെ മേത്ത് അപ്പിട്ടാ നോക്ക്. പിന്നെ റോഡ് സൈഡിലുണ്ടായ ഓടയിൽ പോയി അതൊക്കെ കഴുകി വീട്ടിലെത്തി ഇവന് ഫുഡ് കൊടുത്ത് പാവടാ നല്ലോണം ബെസ്റ്റിന്. എംപുന് പക്ഷെ തീരെ പിടിച്ചിട്ടില്ല അവനാ. പിന്നെ അവനെ കുളിപ്പിക്കൊക്കെ ചെയ്ത് ഇപ്പൊ കുട്ടപ്പനായി വീട്ടിലുണ്ട്. അവൻ എന്ത് പേരിടല് ഇങ്ങ് പറ.